ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകത്തിലെ 1-ാം സങ്കീർത്തനം യഹോവയുടെ ദാസനായ ദാവീദ് രാജാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു. ഈ 1-ാം സങ്കീർത്തനം വിശുദ്ധ വേദപുസ്തകത്തിലെ ആകമാനമുള്ള യഹോവയുടെ കൽപ്പനകളും പ്രമാണങ്ങളും സന്ദേശങ്ങളും ക്രോഡീകരിച്ച് 6 വാക്യങ്ങളിൽ തീർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇവിടെ 2 തരം വ്യക്തിത്വങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നു. ഒന്ന്, യഹോവയുടെ കാൽപാതുകളെ അനുകരിക്കുന്ന മനുഷ്യരും ദുഷ്ട ചിന്തകൾ പേറി ദുഷ്മാർഗത്തിൽ കൂടി നടന്ന് ദുഷ്ടത പ്രവർത്തിക്കുന്ന മറ്റൊരു കൂട്ടരെയും ഇവിടെ ദാവീദ് രാജാവ് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. എ പിക്ചർ ഓഫ് ദ ഗോഡ്ലി, എ പിക്ചർ ഓഫ് ദ അൺഗോഡ്ലി, ദ ഫെയിലർ ഓഫ് ദ അൺഗോഡ്ലി പീപ്പിൾ, ദ fruitfulness of godly people, recognition of the godly, ruination of the ungodly. ദൈവത്തിൻ്റെ കാൽപാദങ്ങളെ അനുകരിച്ച് നടക്കുന്നവൻ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ തഴച്ചു വളർന്ന് അനുഗ്രഹിക്കപ്പെട്ട് മറ്റുള്ളവർക്കും പ്രകൃതിക്കും പക്ഷികൾക്കും എല്ലാ ഹ്യൂമാനിറ്റിക്കും അനുഗ്രഹപ്രദമാകുന്നുവെന്ന് ഇവിടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.